വൺസ് അഗെയിൻ വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. അപ്പോൾ നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യസ് 38 ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു റെസിജ്വൽ വാല്യൂ. ആ ഒരു കോൺസെപ്റ്റിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇല്ലുസ്ട്രേഷനാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ ഈ ഒരു ഇല്ലുസ്ട്രേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് റെസിജ്വൽ വാല്യൂ എന്നുള്ളത് നമ്മളൊന്ന് റീകോൾ ചെയ്യേണ്ടതുണ്ട്. റെസിജ്വൽ വാല്യൂവിന് നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, എമൗണ്ട് ഓഫ് റെസിജ്വൽ വാല്യൂ ഇംപ്ലൈസ് ആൻ എന്റർപ്രൈസ് എക്സ്പെക്ട്സ് ടു ഡിസ്പോസ് ഓഫ് ദ ഇൻടാഞ്ചിബിൾ അസറ്റ് ബിഫോർ ദ എൻഡ് ഓഫ് ദ എക്കണോമിക് ലൈഫ് എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ പഠിച്ച ഡെഫിനിഷൻ. സോ അതിനൊന്ന് മലയാളീകരിച്ച് കഴിഞ്ഞാൽ, യൂസ്ഫുൾ ലൈഫ് തീരുന്നതിന് മുമ്പ് ഒരു ഓർഗനൈസേഷൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ഒഴിവാക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ റെസിജ്വൽ വാല്യൂ എന്ന് പറയുന്നത്. സോ ജനറൽ പോയിന്റ് ഓഫ് വ്യൂവിൽ സ്ക്രാപ്പ് വാല്യൂന്ന് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ കുറച്ച് കഴിഞ്ഞാൽ, സ്ക്രാപ്പ് വാല്യൂന്ന് കോസ്റ്റ് ഓഫ് ഡിസ്പോസൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റെസിജ്വൽ വാല്യൂ കാണാൻ സാധിക്കുന്നുണ്ട്. സോ റെസിജ്വൽ വാല്യൂ എന്താണെന്ന കാര്യം നമ്മൾ റീകോൾ ചെയ്തു. ജനറലി നമ്മൾ റെസിജ്വൽ വാല്യൂവിൻ്റെ എമൗണ്ട് 0 ആയിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അല്ലെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ആ 2 കണ്ടീഷൻ എന്ന് വെച്ചാൽ, ഒന്നുകിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി നമ്മൾ വിൽക്കുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ് വാങ്ങാൻ അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മളുടെ ഓർഗനൈസേഷൻ ഒരു പേറ്റൻറ്റ് വിൽക്കുന്നുണ്ട്. പേറ്റൻറ്റ് വിൽക്കുമ്പോൾ ഈ ഒരു പേറ്റൻറ്റ് ഏറ്റെടുക്കാൻ തേർഡ് പാർട്ടി വില്ലിങ് ആയിരിക്കണം. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒഴിവാക്കാൻ പോകുന്ന, ഡിസ്പോസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ഉണ്ടല്ലോ, ആ ഡിസ്പോസ് ചെയ്യാൻ പോകുന്ന ഇൻടാഞ്ചിബിൾ അസറ്റിന് ആക്റ്റീവ് മാർക്കറ്റ് ഉണ്ടാവണം. ഈ ഒരു 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ എമൗണ്ട് 0 ആയിരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ സാരം. സോ ഇത്രയും കോൺസെപ്റ്റുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ലീവ് ഇറ്റ്. ഇന്ന് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഇല്ലുസ്ട്രേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമ്പിൾ 7. എ ലിമിറ്റഡ് ഈസ് ടു കീപ് ദ കോപ്പിറൈറ്റ് ഫോർ 5 years. It has just purchased a new copyright for ₹1 lakh. Today's market price less selling cost of a similar copyright that is 5 years old is 25,000. Find out the amount to be amortized. Also show the accounting treatment. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം, ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? കോപ്പിറൈറ്റ് 1 ലക്ഷം രൂപയ്ക്ക് കോപ്പിറൈറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിമിലർ കോപ്പിറൈറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. അതായത് 5 വർഷത്തേക്ക് 25,000 രൂപയാണ് സിമിലർ കോപ്പിറൈറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അമോർട്ടൈസേഷൻ കാണേണ്ടതുണ്ട്. കൂടാതെ ഇതിൻ്റെ ജേണൽ എൻട്രി പാസ് ചെയ്തിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും കാണിക്കേണ്ടതുണ്ട്. സോ നമ്മൾ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓർഗനൈസേഷൻ കോപ്പിറൈറ്റ് വന്നു. കോപ്പിറൈറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. സിമിലർ കോപ്പിറൈറ്റ് 5 വർഷത്തേക്ക് മാർക്കറ്റിലുള്ള പൈസ എന്ന് പറയുന്നത് 25,000 രൂപയാണ്. സോ ഇത് രണ്ടുമാണ് പ്രധാനമായും ഓർമ്മിക്കേണ്ട വാല്യൂസ്. സോ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് റെസിജ്വൽ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സിമിലിയർ കോപ്പിറൈറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. സോ അത് തന്നെയാണ് റെസിജ്വൽ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ റെസിജ്വൽ വാല്യൂ ഈസ് ഈക്വൽ ടു 25,000 റുപ്പീസ്. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? അമോർട്ടൈസേഷൻ നമുക്ക് എങ്ങനെ കിട്ടാം? എമൗണ്ട് ഓഫ് അമോർട്ടൈസേഷൻ ചാർജ്ഡ് 1 ലക്ഷം രൂപയാണ് നമ്മൾ കോപ്പിറൈറ്റിൻ്റെ വാങ്ങുമ്പോൾ ചിലവാക്കുന്ന എമൗണ്ട്. അതിൻ്റെ സിമിലിയർ കോപ്പിറൈറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് റെസിജ്വൽ വാല്യൂ എന്ന് പറയുന്നത് 25,000 ആണ്. സോ 1 ലക്ഷം കുറക്കണം 25,000, 75,000 രൂപയാണ് എമൗണ്ട് ഓഫ് അമോർട്ടൈസേഷൻ. ഈ ഒരു 75,000 നമ്മൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമാണ് ഇവിടെ അമോർട്ടൈസേഷൻ കാണുന്നത്. 5 വർഷത്തേക്കാണെന്നുള്ളത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ 75,000 ഡിവൈഡഡ് ബൈ 5, 15,000 രൂപയാണ് ആനുവൽ അമോർട്ടൈസേഷൻ ചാർജ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ഏരിയ അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഉത്തരം കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ചോദ്യം
ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ടു ബി അമോർട്ടൈസ്ഡ് എന്നുള്ളതാണ്. 15,000 റുപ്പീസ് പെർ അനം. അനൽ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് 15,000 റുപ്പീസ് പെർ അനാണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ എസ്റ്റിമേറ്റഡ് റെസിജ്വൽ വാല്യൂ 25,000 രൂപ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് മാർക്കറ്റ് വാല്യൂ ഓഫ് സിമിലർ കോപ്പിറൈറ്റ് ഫോർ 5 years ഈസ് 25,000 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ സംശയത്തിനൊന്നും ഇടയില്ല. സെക്കൻഡായിട്ട് പറയുന്നത് എമൗണ്ട് ഓഫ് അമോർട്ടൈസേഷൻ ചാർജ്ഡ് 75,000 രൂപയാണ്. ഈ 75,000 കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1,00,000 രൂപ നമ്മൾ കോപ്പിറൈറ്റ് വാങ്ങാൻ വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് റെസിജ്വൽ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ 1,00,000 മൈനസ് 25,000 75,000 അമോർട്ടൈസേഷൻ ചാർജ്ഡ് കിട്ടുന്നു. അതിന് നമ്മൾ ആനുവൽ അമോർട്ടൈസേഷൻ കാണണം. 75,000 ഡിവൈഡ് ബൈ 5 വർഷത്തേക്കാണ് ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. സോ 15,000 രൂപയാണ് ആനുവൽ അമോർട്ടൈസേഷൻ ചാർജ് എന്ന് പറയുന്നത്. സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഇതിൻ്റെ ജേണൽ എൻട്രി ആണ് പാസ് ചെയ്യേണ്ടത്. ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് അമോർട്ടൈസേഷൻ എത്ര ചാർജ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. സോ ആനുവൽ അമോർട്ടൈസേഷൻ ചാർജ് എന്ന് പറയുന്നത് 15,000 ആണ്. അടുത്തത് ജേണൽ എൻട്രി അമോർട്ടൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ 15,000 എന്നുള്ളതാണ് ജേണൽ എൻട്രി. അതിൽ ആദ്യത്തെ അമോർട്ടൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ആദ്യത്തെ അമോർട്ടൈസേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലാണ് കാണിക്കുന്നത്. അത് നമ്മൾ അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ബാലൻസ് ഷീറ്റിലുള്ള അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷനിലേക്ക് ചാർജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ജേണൽ എൻട്രി വരുന്ന അമോർട്ടൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ. ആദ്യത്തെ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കുന്ന അമോർട്ടൈസേഷൻ ആണ്. പിന്നീടുള്ള അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. സോ ജേണൽ എൻട്രി ഓർമ്മിക്കുക. അമോർട്ടൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ ₹15,000. At the end of the 5th year, the company will sell the copyright. The journal entry is. അപ്പോൾ 5ാമത്തെ വർഷം കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പിറൈറ്റ് വിൽക്കുന്നുണ്ട്. സോ അതിൻ്റെ ജേണൽ എൻട്രി കൂടി നമ്മൾ പാസ് ചെയ്യേണ്ടതുണ്ട്. 5ാമത്തെ വർഷം കമ്പനി കോപ്പിറൈറ്റ് വിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ വിൽക്കുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റെസിജ്വൽ വാല്യൂ കണ്ട സ്ഥിതിക്ക് വിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യേണ്ടതുണ്ട്. സോ അതിൻ്റെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 25,000. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റെസിജ്വൽ വാല്യൂ ആണ് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 25,000 ആയിട്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 75,000 ടു ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വിൽക്കുമ്പോൾ ഉള്ള 5ാമത്തെ വർഷം നമ്മൾ കോപ്പിറൈറ്റ് വിൽക്കുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് പാസ് ചെയ്യുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 25,000, അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 75,000 ടു ഇൻടാഞ്ചിബിൾ അസറ്റ് 1,00,000. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ആനുവൽ അമോർട്ടൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ആനുവൽ അമോർട്ടൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ റെസിജ്വൽ വാല്യൂ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 25,000 രൂപയാണ്. അപ്പോൾ അമോർട്ടൈസേഷൻ ചാർജഡ് എന്ന് പറയുന്നത് 1,00,000 മൈനസ് 25,000 75,000. അതിൻ്റെ ആനുവൽ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് 75,000 ഡിവൈഡ് ബൈ 5 15,000 റുപ്പീസ് പെർ അനാണ് ആനുവൽ അമോർട്ടൈസേഷൻ വരുന്നത്. സോ ഈ ഒരു അമോർട്ടൈസേഷൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് അമോർട്ടൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 15,000 ടു അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ 15,000 എന്നുള്ളതാണ്. അതാണ് 2ാമത്തെ ഏരിയ എന്ന് പറയുന്നത്. 3ാമത്തെ ഏരിയ നമ്മൾ ഈ ഒരു കോപ്പിറൈറ്റ് വിൽക്കുമ്പോൾ ജേണൽ എൻട്രി ആണ്. അതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 75,000, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 25,000, അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 75,000 ടു ഇൻടാഞ്ചിബിൾ അസറ്റ് 1,00,000. അപ്പോൾ ഈ ഒരു കേസിൽ 2 ഡെബിറ്റും ക്യാഷും അക്യുമുലേറ്റഡ് അമോർട്ടൈസേഷൻ ഡെബിറ്റ് വരുമ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. സോ 3 എലമെൻസും അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിലെ 3 എലമെൻസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതുപോലുള്ള ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട 4 മാർക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇത്. സോ റെസിജ്വൽ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വിൽ.
സോ ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വിൽ സ്വാഭാവികമായിട്ടും ഒരു ഇൻടാഞ്ചിബിൾ അസറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫ്യൂച്ചർ ബെനിഫിറ്റിന് വേണ്ടി ചിലവാക്കിയ എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു എക്സ്പെൻസ് ചിലവാക്കിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വില്ലിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ ചിലവാക്കിയ എക്സ്പെൻസ് ആണിത്. പക്ഷേ ഇത് ഇനീഷ്യൽ റെക്കഗ്നൈസേഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനെ അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇൻറ്റേർണൽ ജനറേറ്റഡ് ഗുഡ് വില്ലിനെ പറ്റി നമ്മൾ ആദ്യം ഓർക്കേണ്ടത്, നമ്മൾ ഇതിനെ ഒരിക്കലും അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അസറ്റ് അവിടെ ഇല്ല. ഇത് എക്സ്പെൻസ് ആണ്. ഈ ഒരു എക്സ്പെൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷനിലേക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കൊണ്ടുവരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിനെ അസറ്റായിട്ട് കൺസിഡർ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, അത് ഇനീഷ്യൽ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ, അതായത് 3 ഇനീഷ്യൽ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ ആണുള്ളത്. ഇറ്റ് ഷുഡ് ബി ഐഡൻറ്റിഫയബിൾ, ഇറ്റ് മസ്റ്റ് ബി കൺട്രോൾഡ് ബൈ ദ ഓർഗനൈസേഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എൻഷൂർ എക്കണോമിക് ബെനിഫിറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ. സോ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയയിലുള്ള ഒരു കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ മീനിങ്ങിലൂടെ ഒന്ന് കടന്നു പോവാം. ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വിൽ കോസ്റ്റ് മേ ബി ഇൻകേർഡ് ടു ജനറേറ്റ് ഫ്യൂച്ചർ ബെനിഫിറ്റ് ബട്ട് ദസ് ഡു നോട്ട് റിസൾട്ട് in an asset that meet the recognition criteria. Such expenditure may be described as internally generated goodwill. This should not be recorded as an asset. This is because it required that for the initial recognition, the cost of the asset should be capable of being measured reliably and that it should be identifiable and controllable. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് ആക്ച്വലി ഒരു കോസ്റ്റാണ്. ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ്വിൽ എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ഈ ഒരു എക്സ്പെൻസ് എന്താണ്, ഓർഗനൈസേഷനിലേക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വിൽ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി അവിടെ ഒരു അസറ്റ് ഇല്ല എന്ന് മാത്രമല്ല, ഇൻടാഞ്ചിബിൾ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഇറ്റ് ഷുഡ് ബി ഐഡൻറ്റിഫിയബിൾ, രണ്ടാമത്തേതെന്ന് വെച്ചാൽ കൺട്രോൾഡ് ബൈ ദ ഓർഗനൈസേഷൻ, ദ അസറ്റ് മസ്റ്റ് ബി കൺട്രോൾഡ് ബൈ ദ ഓർഗനൈസേഷൻ, മൂന്നാമത്തേത് എൻഷൂർ എക്കണോമിക് ബെനിഫിറ്റ് എന്നുള്ളതാണ് 3 കണ്ടീഷൻസ് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വില്ലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട കണ്ടീഷൻ. ഈ ഒരു ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വില്ലിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ഇതിനൊരു ഉദാഹരണമായിട്ട് കണക്കാക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് എന്താണ്, ഓർഗനൈസേഷനിലേക്ക് എക്കണോമിക് ബെനിഫിറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസറ്റൊന്നും ക്രിയേറ്റ് ചെയ്യുന്നു ഇല്ല. സോ ഇത് ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വില്ലിന് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി നമ്മൾ എമൗണ്ട് ചിലവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്യൂച്ചറിൽ സെയിൽസ് കൂടുന്നുണ്ട്. ഫ്യൂച്ചറിൽ സെയിൽസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം ഷുവറാണ്. കൂടാതെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്പെൻസ് ആയിട്ട്, അഡ്വർടൈസ്മെൻറ്റിനെ നമ്മൾ ഇൻകേർഡ് ചെയ്ത കോസ്റ്റിനെ നമ്മളൊരു എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു എക്സ്പെൻസ് ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വില്ലിന് ഒരു ഉദാഹരണമാണ് എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ സാരം. സോ ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വില്ല് ഓർമ്മിക്കാം. പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഇത് ആക്ച്വലി കോസ്റ്റാണ് അല്ലെങ്കിൽ എക്സ്പെൻസ് ആണ്. ഈ ഒരു എക്സ്പെൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്യൂച്ചറിലേക്ക് എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അസറ്റൊന്നും ഇല്ല, ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വില്ലായിട്ട് ബന്ധപ്പെട്ട ഒരു അസറ്റൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, അസറ്റൊന്നും റിലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും കൂടി ഓർമ്മിക്കുക. ഇത് ഇനീഷ്യൽ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുള്ളതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വിൽ. ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഉദാഹരണം കൂടി മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ കോൺസെപ്റ്റ് കൃത്യമായിട്ട് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇൻറ്റേർണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് അക്വയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പേറ്റൻ്റ് ആയാലും കോപ്പി റൈറ്റ് ആയി കഴിഞ്ഞാലും
നമ്മൾ നോർമൽ കേസിൽ അക്വയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, വേറൊരാളുടെ വകയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസേഷന് തന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇൻറ്റേർണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഹെഡിങ്ങിൽ പഠിക്കുന്നത്. സോ ഓർമ്മിക്കുക, ഇൻറ്റേർണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ പ്രാധാന്യം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, നോർമൽ കേസിൽ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് വാങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷെ ചില സമയം ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം, ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഇൻടാഞ്ചിബിൾ അസറ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ജനറേഷൻ്റെ ഫേസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റിസർച്ച് ഫേസും ഡെവലപ്മെൻറ്റ് ഫേസും. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വഴി ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ, ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ടു നോൺ വെദർ ദ ഇൻറ്റേർണലി ജനറേറ്റഡ് അസറ്റ് ക്വാളിഫൈ ഫോർ റെക്കഗ്നീഷൻ. ദിസ് ഈസ് ബിക്കോസ് ഓഫ്റ്റൻ ഡിഫിക്കൽട്ട് ടു. സോ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ്വില്ലിൻ്റെ ആദ്യത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, അത് റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചർച്ചാ വിഷയം. അതെന്തുകൊണ്ടാണ് ഡിഫിക്കൽട്ട്, ഇത് റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആവുന്നത് എന്ന് വെച്ചാൽ, ആദ്യത്തെ പോയിന്റ്, ഐഡൻറ്റിഫൈ വെദർ ആൻഡ് വെൻ ദർ ഈസ് ആൻ അസറ്റ് ദാറ്റ് വിൽ ജനറേറ്റ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്. സോ ആദ്യത്തെ കേസ് നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, അവിടെ ഒരു അസറ്റ് ഉണ്ട്, ഈ ഒരു അസറ്റ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ കേപ്പബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ടു അസസ് വെദർ ആൻ ഇൻറ്റേർണലി ജനറേറ്റഡ് അസറ്റ് മീറ്റ് ദ ക്രൈറ്റീരിയ ഓഫ് റെക്കഗ്നീഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അസറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് നിർണ്ണയിക്കേണ്ടതുണ്ട്. സോ ഇൻറ്റേർണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ തന്നെ എന്ത് ചെയ്യാം, ഇൻടാഞ്ചിബിൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇങ്ങനത്തെ സാഹചര്യത്തിൽ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ഡിഫിക്കൽട്ടാണ്. അതിന് രണ്ട് റീസൺ ആണ് പറയുന്നത്. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത്, ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാക്കുമോ എന്നുള്ളത്, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കേപ്പബിൾ ആണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, കോസ്റ്റ് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കണം. നമുക്ക് ഇൻറ്റേർണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫേസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് റിസർച്ച് ഫേസ് ആണ്, രണ്ടാമത്തെ ഡെവലപ്മെൻറ്റ് ഫേസ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആ പ്രോസസ്സിൻ്റെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ പ്രോസസ്സ് റിസർച്ച് ഫേസ്, രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഫേസ് ആണ്. ഇപ്പോൾ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പ്രോസസ്സിനെ റിസർച്ച് ഫേസും ഡെവലപ്മെൻറ്റ് ഫേസും എന്ന രീതിയിൽ രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിസർച്ച് ഫേസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഇപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻറ്റേർണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ പ്രോസസ്സിനെ അല്ലെങ്കിൽ ഫേസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് റിസർച്ച് ഫേസ് ആണ്, രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഫേസ് ആണ്. സോ സ്വാഭാവികമായിട്ട് ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട ചില പോയിന്റ്സ് ഉണ്ട്. നമുക്ക് റിസർച്ച് ഫേസ് ആണോ ഡെവലപ്മെൻറ്റ് ഫേസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബന്ധപ്പെട്ട ചില കണ്ടീഷൻസ് ഉണ്ട്, ക്രൈറ്റീരിയാസ് ഉണ്ട്. സോ നമുക്കിത് രണ്ടിനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. സപ്പോസ് അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. സോ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റിസർച്ച് ഫേസിലെ എക്സ്പെൻസ് ആയിട്ട് അസ്യൂം ചെയ്യണം എന്നുള്ളതാണ് അവസാനം പറഞ്ഞ കാര്യം. സോ ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വില്ലുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യത്തെ ഫേസ് അല്ലെങ്കിൽ ആദ്യത്തെ പ്രോസസ്സാണ് നമ്മൾ പറയുന്നത് റിസർച്ച് ഫേസ്. ഇൻ ദ റിസർച്ച് ഫേസ് ഓഫ് എ പ്രൊജക്റ്റ്, എക്സ്പെൻഡിച്ചർ ഈസ് ഓൾവേസ് റെക്കോർഡഡ് ആസ് ആൻ എക്സ്പെൻസ്. അതായത് റിസർച്ച് ഫേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന കോസ്റ്റ്, റിസർച്ച് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് അസറ്റായിട്ട് ഒരിക്കലും ട്രീറ്റ് ചെയ്യുന്നില്ല, എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇൻറ്റേർണലി ജനറേറ്റഡ് ഗുഡ് വില്ലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു അസറ്റ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഇൻറ്റേർണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് വെച്ചാൽ ഇൻറ്റേർണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു അസറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ റിസർച്ച് ഫേസിൽ നമ്മൾ ഉണ്ടായ എമൗണ്ട് അല്ലെങ്കിൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കോസ്റ്റ് നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഒരിക്കലും അസറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല.
കാരണം എന്താണെന്ന് വെച്ചാൽ റിസർച്ച് ഫേസിൽ ഒരിക്കലും ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കാരണം. സോ റിസർച്ച് ഫേസുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ റിസർച്ച് കോസ്റ്റ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അവിടെ ഒരിക്കലും നമ്മൾ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. എന്താണ് കാരണം എന്ന് വെച്ചാൽ റിസർച്ച് ഫേസിൽ ഒരിക്കലും കോസ്റ്റ് ഒരു അസറ്റ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് ഷുവർ ആണ്. സോ റിസർച്ച് ഫേസിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആക്ടിവിറ്റീസ് ടു ഒബ്റ്റെയിൻ ന്യൂ നോളജ്. അപ്പം നമുക്ക് ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ നോളജ് അക്വയർ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിസർച്ച് ഫേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. റിസർച്ച് എന്ന് പറയുന്നത് തന്നെ എന്താണ്, സെർച്ചിങ് ഫോർ ന്യൂ നോളജ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് പുതിയൊരു വിവരം കിട്ടാൻ വേണ്ടി നമ്മൾ എൻഗേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസും റിസർച്ച് ഫേസിൻ്റെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെർച്ച് ഫോർ ആപ്ലിക്കേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ് ഓർ അതർ നോളജ്. അപ്പോൾ നമ്മൾ റിസർച്ച് ഫൈൻഡിങ്സിന് വേണ്ടി എന്തെങ്കിലും കോസ്റ്റോ എക്സ്പെൻസോ ഇൻകേർഡ് ചെയ്തു. സോ അതും ഈ റിസർച്ച് ഫേസിന് ഉദാഹരണമായിട്ട് പറയുന്നു. മൂന്നാമത്തെ പോയിന്റ് ഫോർ സെർച്ച് ഫോർ പ്രോഡക്റ്റ് ഓർ പ്രോസസ് ആൾട്ടർനേറ്റീവ്. അപ്പോൾ റിസർച്ച് ഫേസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് സെർച്ച് ഫോർ പ്രോഡക്റ്റ് ഓർ പ്രോസസ് ആൾട്ടർനേറ്റീവ്. അതും നമ്മൾ റിസർച്ച് ഫേസിൻ്റെ ഉദാഹരണമായിട്ട് കൺസിഡർ ചെയ്യുന്നു. നാലാമത്തെ എന്ന് പറയുന്നത് ഫോർമുലേഷൻ ആൻഡ് ഡിസൈൻ ഓഫ് പോസിബിൾ ന്യൂ ഓർ ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ് ഓർ പ്രോസസ് ആൾട്ടർനേറ്റീവ്. ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിസൈൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കാനോ വേണ്ടി നമ്മൾ ഇൻകേർഡ് ചെയ്ത കോസ്റ്റും റിസർച്ച് ഫേസിൽ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റിനെ നമ്മൾ രണ്ടായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിനെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പ്രോസസ്സ് റിസർച്ച് ഫേസും രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഫേസും ആണ്. സോ റിസർച്ച് ഫേസിൽ ഈ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ എമൗണ്ടും അല്ലെങ്കിൽ എല്ലാ കോസ്റ്റും നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവിടെ ഒരിക്കലും നമ്മൾ അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താണെന്നുള്ളത്, റിസർച്ച് ഫേസിൽ ഒരിക്കലും അസറ്റ് ക്രിയേറ്റ് ചെയ്യൂല എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഈ റിസർച്ച് ഫേസിൻ്റെ അല്ലെങ്കിൽ റിസർച്ച് ആക്ടിവിറ്റീസിൻ്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത് ആക്ടിവിറ്റീസ് ടു ഒബ്റ്റെയിൻ ന്യൂ നോളജ്, സെർച്ച് ഫോർ ആപ്ലിക്കേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്, സെർച്ച് ഫോർ പ്രോഡക്റ്റ് ഓർ പ്രോസസ് ആൾട്ടർനേറ്റീവ്, ഫോർമുലേഷൻ ആൻഡ് ഡിസൈൻ ഓഫ് പോസിബിൾ ന്യൂ ഡിസൈൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നത്. അവസാനം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ the research activity does not meet the criteria for recognition under INDES 38. This is because at the research stage of the project, it is not certain that future economic benefit will probably flow the entity from the project. In other words, there is too much uncertainty about likely success of the project. Hence, research costs should be written as an expense in the statement of profit and loss account. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് റിസർച്ച് ഫേസിൽ നമ്മൾക്ക് അസറ്റ് ഉണ്ടാവോ എന്നുള്ള കാര്യം ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ റിസർച്ച് ഫേസിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവോ എന്നുള്ള കാര്യം ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിനെ പറ്റി പഠിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിസർച്ച് ഫേസിൽ ഉണ്ടാകുന്ന കോസ്റ്റിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. സോ ഇത്രയും ദാറ്റ്സ് ഓൾ അബൌട്ട് റിസർച്ച് ഫേസ്. റിസർച്ച് ഫേസിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അസറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് എക്സ്പെൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പോയിന്റ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് റെസിജ്വൽ വാല്യൂ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇല്ലുസ്ട്രേഷൻ, ഇന്റേണലി ജനറേറ്റഡ് ഗുഡ് വിൽ, ഇന്റേണലി ജനറേറ്റഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞ ഒരു 3 കോൺസെപ്റ്റാണ്. ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് എങ്ങനെയായാലും ഒരു 3-4 ക്ലാസ് കൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്റർ കൂടി കംപ്ലീറ്റ് ചെയ്യാം. താങ്ക് യു.